ഹായ് ഹലോ നിവേദ്യ സ്ക്രീൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഡിസംബറിൽ ഇലക്ഷൻ്റെ അന്ന് എടുത്തതാണ് കേട്ടോ. അന്ന് വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ കുമ്പിച്ചൽ കടവ് പാലം കാണാനായിട്ട്. അന്ന് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ അപ്ലോഡ് ചെയ്യാനോ ഇത് വോയിസ് ഓവർ കൊടുത്ത് ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഒരു മടിയും എന്തൊക്കെയോ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഇടാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എൻ്റെ ചാനലല്ലേ, ഞാനല്ലേ ഇടേണ്ടത് എന്നൊക്കെ കരുതി പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഒരിക്കലും മാറ്റി വെച്ച് ഒരിക്കലും മുടങ്ങിപ്പോയെന്ന് പറയാം കേട്ടോ. നമ്മൾ ഏകദേശം കുമ്പിച്ചിൽക്കടവ് പാലം എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കാർ ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോഴത്തേക്ക് പണി തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പാലം കാണാതെ തിരികെ പോന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും പാലം കാണാനായിട്ട് വന്നതാണേ. ഇത്രയും അടുത്തെത്തിയിട്ടാണ് നമ്മളന്ന് തിരിച്ചു പോയതെന്നത് വീണ്ടും വന്നപ്പോഴാണ് കേട്ടോ അറിയുന്നത് തന്നെ. ഇവിടെ നിന്ന് ഒരു വളവ് കഴിഞ്ഞ് താഴോട്ട് എത്തിയാൽ നമ്മുടെ പാലം എത്തി എന്നുള്ളത് പിന്നെ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അന്നത്തെ ആ ഒരു ടെൻഷനിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നേ. അങ്ങനെ ഒരുപാട് വർഷത്തെ ആദിവാസികളുടെ ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെയൊക്കെ ഒരു വലിയൊരു കാത്തിരിപ്പാണ് കേട്ടോ ഈ ഒരു പാലം. രണ്ടും മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മലകളൊക്കെ ഇടിച്ചു മാറ്റിയിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 253.4 മീറ്റർ നീളത്തിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു നദിക്ക് കുറുകെ വരുന്ന ഏറ്റവും വലിയൊരു പാലം എന്നുള്ള റെക്കോർഡ് നേടിയ ഒരു പാലമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. അപ്പോൾ 24 കോടി രൂപ ചെലവിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നേ. ഉദ്ഘാടനത്തിന് മുമ്പേ പോയവളാണ് ഞാനെങ്കിലും, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇത്രയും മാസങ്ങളൊക്കെ ആയപ്പോഴാണ്. ഏകദേശം ഒരു 10-11 മലകളിലായിട്ടാണ് ഇവരൊക്കെ ഈ പുഴയ്ക്ക് മറുകരയിലായിട്ട് താമസിക്കുന്നത് കേട്ടോ. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെയൊക്കെ കാത്തിരിപ്പിൻ്റെയൊക്കെ ഫലമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു പാലം. അവരുടെ ഉന്നതികളിൽ ഇപ്പോൾ ഒരു വലിയൊരു മാറ്റം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പാലം വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 2000-ഓളം ആൾക്കാരൊക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യവും ആഗ്രഹവും പ്രാർത്ഥനയൊക്കെയാണ് കേട്ടോ ഇന്ന് ഈ സഫലമായിരിക്കുന്ന ഈ ഒരു പാലം. അതിനൊക്കെ നന്ദി പറയേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട MLA CK ഹരീന്ദ്രൻ സാറിനോടാണ്. വേറെ ഞാനൊരു രാഷ്ട്രീയപരമായിട്ടൊന്നും പറയില്ല, പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു പാലം ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടനം കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പാലമൊക്കെ ഫേമസായി. ഇപ്പം പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ വിസിറ്റേഴ്സ് ഇവിടെ വന്ന് സ്ഥലം കാണുന്നുണ്ട്. നാട്ടിലുള്ളവരും അങ്ങ് ദൂരം നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് മറുകരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കാർ അങ്ങൊരു സോപ്പ് പെട്ടി പോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത്രയും വലിയൊരു നദിയാണ്. ആ നദിക്ക് അത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ ഒരുപാട് ദൂരമുണ്ട്. 253 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നീളമില്ലേ. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കുരിശടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നദിയുടെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ എത്രമാത്രം അവർ അക്കരെയുള്ള ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു വാഹനം പോലും ഇല്ലാതെ അവരെങ്ങനെ മറുകരയിൽ ഇവിടെ എത്തി. അവർക്ക് എന്തായാലും ഇവിടെ എത്തിയാൽ മാത്രമേ എന്ത് കാര്യത്തിനായാലും അവരുടെ ആശുപത്രി ആയാലും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതായാലും എന്ത് കാര്യമായാലും വിദ്യാഭ്യാസത്തിനായാലും ശരി തന്നെ എന്ത് കാര്യത്തിനായാലും ഇവിടെ എത്തിയാൽ മാത്രമേ അവർക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഇത്രയും വർഷമായിട്ട് അവരെങ്ങനെയാണ് അത് സാധിച്ചിരുന്നതെന്ന് തന്നെ ഒരു പിടിയുമില്ല. കണ്ടില്ല, മഴക്കാലത്തൊക്കെ നല്ല പോലെ അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അവിടെ കാഴ്ചക്കാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഉപ്പിലിട്ടതും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് അടുത്ത അമ്പൂരിയിൽ വേറൊരു ഹിഡൻ സ്പോട്ടുണ്ട് കേട്ടോ. അതും മറ്റൊരു പാലമാണ്. ഈ പാലത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഓട്ടോ വന്നു കഴിഞ്ഞാൽ മറു സൈഡിൽ നിന്ന് വരുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഇങ്ങോട്ടത്തേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ഓട്ടോ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നിറഞ്ഞു പോകും കേട്ടോ. 2 പേർക്ക് ഇങ്ങനെ നടന്ന് പോകുന്ന അത്രയും വലിപ്പമേ ഉള്ളൂ. അത്രയും കുഞ്ഞൊരു പാലമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓടുകയാണ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ. അത് ഞാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ അതിനും അപ്പുറത്തേക്ക് എത്തത്തുള്ളൂ. അങ്ങനെ ഒരു പാലമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. കുട്ടിക്കാലത്ത് ഞാനിത് ഈ ഒരു പൂവൊക്കെ എടുത്ത് അത്തപ്പൂവൊക്കെ ഇടുമായിരുന്നേ.
അത് കണ്ടപ്പം വെറുതെ ഇങ്ങനെ എടുത്തു കേട്ടോ, പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ എവിടെ പോയാലും ഞാൻ കുറച്ച് പൂച്ചക്കുട്ടന്മാരെ കാണും, അവന്മാരൊന്നും ഞാൻ വെറുതെ വിടത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.